ഹായ് ഹലോ വണക്കം വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കൊച്ചൂസ്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, ഇൻവിസിബിൾ ചെയിൻ. അപ്പോൾ ആ ഇൻവിസിബിൾ ചെയിൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു വന്നതാണ് കേട്ടോ. ഈ ഓണത്തിന് എല്ലാവരുടെ കഴുത്തിലും കാണാൻ ചാൻസ് ഉള്ള റേറ്റ് ആണല്ലേ ഇത്. ഇപ്പൊ എല്ലാവരും വാങ്ങാനും അതേപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കാനും തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസും ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്, ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പൊ രണ്ടു മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കി നോക്കി. ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ ആദ്യം യൂസ് ചെയ്തത് ഗ്ലാസ് ഷീറ്റ് ആണ്. OHP ഷീറ്റ് എന്ന് പറയും. ആ OHP ഷീറ്റിന്റെ ആവശ്യമുള്ള പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതില് B7000 എന്ന് പറഞ്ഞ ഗമ്മാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞ ജ്വല്ലറി മേക്കിങ്ങിന് കുറെ ടൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്, പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ തന്നെ ടൂൾസ് ഒക്കെ വാങ്ങി വെറുതെ കാശ് കളയണ്ടല്ലോ. പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ മിനിമൽ ആയിട്ട് ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് കുറച്ച് സ്റ്റോൺസും പിന്നെ ഒരു പ്ലക്കർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്റ്റോൺ വാങ്ങാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പ്ലക്കർ അത് വാങ്ങിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് സ്റ്റോൺസ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്, ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുന്തൻ സ്റ്റോൺ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഗ്രീൻ കളർ കുന്തൻ സ്റ്റോൺ. എൻ്റെ അടുത്ത് കുന്തൻ സ്റ്റോൺ മാത്രമേ ഉള്ളൂ. കുന്തൻ സ്റ്റോൺ ഗ്രീനും വൈറ്റും മാത്രമേ ഇപ്പം ഞാൻ കയ്യിൽ വാങ്ങിയിട്ടുള്ളൂ. നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ കുറച്ചുകൂടി വാങ്ങാലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവറിന്റെ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്ലവറിന്റെ ഷേപ്പ് തന്നെ ആയി എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഷേപ്പിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വളരെ സാവധാനം സമയം എടുത്ത് നോക്കി നോക്കി ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോ വീഡിയോ സ്പീഡിലാക്കിയിട്ടിട്ടാണ്, അല്ലാതെ ഇത്ര സ്പീഡിലൊന്നും ഞാനും ചെയ്യുന്നില്ല. പതുക്കെ പതുക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് നല്ല രീതിയിൽ ഉണങ്ങാൻ വെക്കണം. അതിനെ ഉണങ്ങിയ ശേഷം അത് അടിപൊളി അത് കട്ട് ചെയ്തെടുക്കണം. അത്യാവശ്യം സമയമൊക്കെ എടുത്ത് പതുക്കെ ഇരുന്ന് കട്ട് ചെയ്താൽ മതി. കാരണം ഗ്ലാസ് ഷീറ്റ് അല്ലേ, നമ്മളത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കത്രികയും കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ വിട്ട് കയ്യിലോട്ട് വരില്ല. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ച് പതുക്കെ 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 കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. മാക്സിമം നീറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. പിന്നെ ഞാനിത് ഉണ്ടാക്കി നോക്കിയത് സെയിലിനൊന്നും അല്ല കേട്ടോ. എനിക്ക് ഈ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമായി ഇൻവിസിബിൾ ചെയിൻ. അപ്പൊ ഞാൻ വാങ്ങാന്ന് നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ്. ഇപ്പോഴല്ല, കുറച്ച് മുന്നേ നോക്കിയതാണ്. ഇപ്പൊ റേറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറെ പേര് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് റേറ്റ് ഒക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ നോക്കിയപ്പോൾ ഇത്രയും വിലയൊക്കെ കൊടുത്ത് വാങ്ങണോ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ നോക്കിയപ്പോൾ കുറെ ട്യൂട്ടോറിയൽസ് ഇറങ്ങുന്നു. ശരി, അപ്പൊ അതൊക്കെ കണ്ടിട്ട് നോക്കി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അതൊക്കെ നോക്കിയതായിരുന്നു. ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ളത് ഐപിന്നാണ് കേട്ടോ. ഐപിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്യാൻ നമ്മള് കട്ടിംഗ് പ്ലെയർ മതി. അതിന് ടൂൾസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കട്ടിംഗ് പ്ലെയർ ഒക്കെ മതി. ഇതേതോ ജാമ്പവാന്റെ കാലത്തുള്ള കട്ടിംഗ് പ്ലെയർ ആയതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യാൻ രണ്ട് കൈയുടെ ആവശ്യം ഉണ്ടായിരുന്നു. രണ്ട് കൈയുടെ ആവശ്യം ഉണ്ടായിട്ടും കാര്യമില്ല, നല്ല ബലം കൊടുത്താണ് കട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പൊ കുറച്ച് നല്ല കട്ടിംഗ് പ്ലെയർ ഒക്കെ എടുക്കാൻ നോക്കാം. അപ്പൊ ഇത്രയും ബലം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കത്രികയും കൊണ്ട് നമുക്ക് ഇതൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കമ്പിയാണ്, അതുകൊണ്ട് ഇതൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ടൂൾ ആവശ്യമുണ്ട്. എൻ്റെ ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടൂള് കണ്ടല്ലോ, പ്ലെയറും കത്രികയും കട്ടിംഗ് പ്ലെയറും. ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയല്ലേ. അപ്പൊ അങ്ങനെ ഇത് സ്റ്റിക്ക് ഒട്ടട്ടെ, അത് വിട്ടുപോരാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് ടൈമും കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ഒട്ടിക്കിട്ടും. പിന്നെ ഈ ഗം യൂസ് ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള ഗമ്മാണ്. ഞാനത് വാങ്ങിച്ചത് 95 റുപ്പീസിനാണ്. അപ്പൊ നമുക്കത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും അത് നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നമ്മൾ ഫെവിക്കോളൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ, എന്നാൽ ഇതിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഇപ്പൊ ബാക്കിൽ ഒട്ടിച്ചത് സാധാരണ വാക്സ് ഷീറ്റോ വാക്സ് സ്ട്രിപ്പോ അങ്ങനെ എന്താണ് ഉപയോഗിക്കുക. അതൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ തുണിസഞ്ചിന്റെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ അതിൽ ഒട്ടിച്ചാണ് കേട്ടോ. അത് പിന്നെ നമുക്ക് കുത്താതിരിക്കാൻ, മേത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒട്ടിച്ചത്. പിന്നെ ഇത് ഗിയർ വയർ ആണ്. ഗിയർ വയർ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ ഒരു കോപ്പറിന്റെ കളർ, ഒരു ഗോൾഡൻ കോപ്പറിന്റെ കളറാണ് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഐ തിങ്ക് 45 റുപ്പീസ് അതായിരുന്നു അതിന്റെ റേറ്റ്. ഇതൊക്കെ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. ഞാൻ എറണാകുളത്ത് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ എനിക്ക് പുറത്ത് കുറച്ച് ദൂരെ ഒന്നും പോയി വാങ്ങാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി, അത് സ്റ്റിച്ചിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന ഷോപ്പായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോൾ അവർക്ക് അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല എന്താ ഗിയർ വയറെന്നോ അല്ലെങ്കിൽ ഗിയർ ലോക്കെന്നോ. പിന്നെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചില്ല എന്നല്ല, അവിടുന്ന് ഞാൻ സ്റ്റോൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ആയിരുന്നു, ചുമ്മാ കാശ് പോയി. അതുകൊട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ വടക്കഞ്ചേരി പോയപ്പോഴും കുറെ ഷോപ്പുകാർക്കൊന്നും അറിയണ്ടായിരുന്നില്ല.
പിന്നെ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ ഗിയർ വയറും ഗിയർ ലോക്കും പിന്നെ ഐപ്പിനും അതൊക്കെ ഉണ്ടായിരുന്നു, കുന്തൻ സ്റ്റോൺ ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അവിടെ തന്നെയുള്ള ഒരു സ്റ്റിച്ചിങ് ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ അവര് വന്നിട്ടില്ല. 1-2 കളേഴ്സും പിന്നെ ഷേപ്പിലുള്ളതും വലുത് അങ്ങനെയൊക്കെ ആയിരുന്നു. വന്നിട്ടില്ല, 2 ദിവസം കഴിഞ്ഞാൽ വരും പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയി. അങ്ങനെയൊക്കെ കുറച്ചൊന്ന് അലഞ്ഞിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ഉണ്ടാവുന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും കിട്ടുമോന്നൊക്കെ അടുത്ത് അന്വേഷിച്ച് നോക്കുക. ഇപ്പൊ ഞാൻ അതിൽ റിങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഹുക്ക് ഇടാനുള്ള റിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതാണ് ഗിയർ വയർ. ഗിയർ വയറിന്റെ ഉൾഭാഗമാണ് കേട്ടോ ഇത്. അതിനകത്തൊരു വയറാണ്. ഞാൻ കത്രയും കൊണ്ട് കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇത് ഗിയർ ലോക്ക്. ഈ കുഞ്ഞു ബീഡാണ് കേട്ടോ ഗിയർ ലോക്ക്. ഗോൾഡൻ കളറിൽ തന്നെ കുഞ്ഞു ബീഡാണിത്. ഇതിട്ടിട്ടാണ് ഞാൻ നേരത്തെ റിങ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിട്ട് ആ റിങ് ഇട്ട് എന്നിട്ട് കട്ടിംഗ് പ്ലെയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് അവിടെ ഇരുന്നോളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഗിയർ ലോക്ക് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടത് ഷുഗർ ബീഡ്സ് ആണ്. ഗോൾഡൻ ബീഡ്സ് ഇടാണ് നല്ലത്. എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഷുഗർ ബീഡ്സ് ഇട്ടു. കുഞ്ഞു ബീഡ്സ് ആണ്, അതുകൊണ്ട് 2 ഇട്ടു. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച പെൻഡന്റ് ഇട്ട് കൊടുത്തു. അത്യാവശ്യം നന്നായി ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പെൻഡന്റ് ഇട്ട് കൊടുത്ത് വീണ്ടും 2 ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് പെൻഡന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാതിരിക്കാനും ഒരു കാണാൻ ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ആ 2 ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിംഗ് പ്ലെയറും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് നിന്നോളൂ. ടൈറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മുടെ പെൻഡന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കൊന്നുമില്ല, അവിടെ തന്നെ അങ്ങനെ നിന്നോളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഗിയർ ലോക്ക് ഇടുന്നത്. അപ്പം അതൊക്കെ ഇട്ടു. സൈസ് കറക്റ്റ് ആണോ, സെന്ററിൽ തന്നെ വന്നിട്ടുണ്ടോ നോക്കി എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷമാണ് സൈസ് വീണ്ടും ഒരു ഡിഫറൻസ് വന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനത് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുത്തില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുത്തു. പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അത് ലൂസായി വന്നു. എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അതുള്ളതാണെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ പ്രസ് ചെയ്തത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ലൂസായിട്ട് വരും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നീക്കി വെച്ചിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കാം. പൊട്ടണമൊന്നുമില്ല കേട്ടോ. ഞാൻ പൊട്ടും വിചാരിച്ചു, പക്ഷെ പൊട്ടിയൊന്നുമില്ല. അതവിടെ സെക്യൂർഡ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഹുക്ക് ഇട്ട് കൊടുക്കാം. അതിലും ഒരു ഗിയർ ലോക്ക് ഇട്ടു, പിന്നെ നമ്മുടെ ഹുക്ക് ഇട്ടു. എന്നിട്ട് ആ ഹുക്കിലോട്ട് ഒന്ന് വളച്ചിട്ട് ഗിയർ വയർ വളച്ചിട്ട് അതിലോട്ട് വീണ്ടും കയറ്റി കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു റിങ് പോലെ വരും. അപ്പൊ അതില് ആ ഹുക്ക് നിന്നോളും. പിന്നെ അത് നല്ലപോലെ മേലേക്ക് കയറ്റിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ചെയിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ല. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.